ഹലോ എവ്രിവൺ, ദിസ് ഇസ് ഫൈസൽ. വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെയാണ്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ സിലബസിൽ കണ്ടു 50 മാർക്കാണ് GK എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ 50 മാർക്കിൽ 10 മാർക്ക് ഡയറക്റ്റായിട്ട് കറണ്ട് അഫെയർ സെഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതും നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്തവണ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ പ്രധാനമായിട്ടും ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. എന്തിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുന്നത്? നമുക്ക് വ്യക്തമായിട്ട് ഒരു ഐഡിയ കിട്ടും ഏത് ഭാഗത്ത് നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യ പാറ്റേണിലേക്ക് പോകാം. ഗാന്ധിജീസ് ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്നുള്ളത് നിങ്ങൾ കേരള PSC പഠിച്ചാലും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ SSC പഠിച്ചാലും, ഹൈക്കോർട്ടിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റ് പഠിച്ചാലും, ഇന്ത്യയിലെ ഏത് എക്സാമിനേഷൻ പഠിച്ചാലും ഗാന്ധിയുമായി ബന്ധപ്പെട്ട, ഗാന്ധിയുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കാരണം അത് നമ്മൾ അരച്ച് കലക്കി പഠിച്ചിട്ടാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലേക്ക് വരികയുള്ളൂ. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണ് ഇന്ത്യയുടെ നാഷണൽ ഫാദർ എന്നറിയപ്പെടുന്ന ഗാന്ധി എന്ന് പറയുന്നത്. സോ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് നമ്മളോട് പറയുന്നത്. റൗലറ്റ് സത്യാഗ്രഹ, ചമ്പാരൻ സത്യാഗ്രഹ, സാൾട്ട് സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒന്നാണ് വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത്. കാരണം വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. സോ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധി പങ്കെടുത്തിട്ട് പോലുമില്ല. പക്ഷേ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹവുമായിട്ട് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നിരുന്ന ഒരു പാറ്റേൺ ആണ് വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്ന പാറ്റേൺ ആണല്ലോ. ഇനി നമുക്ക് പാറ്റേണിലേക്ക് പോകാം. ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ബീഹാറിലെ ചമ്പാരനിലായിരുന്നു ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത്. 1917 വർഷവും പഠിച്ചു വെക്കണം, എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കുന്ന പാറ്റേൺ ആണ്. 1917 ഗാന്ധിയുടെ ഗാന്ധിയുടെ ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് ഗാന്ധി ആദ്യമായിട്ട് ഒരു സത്യാഗ്രഹം ചെയ്യുന്നത്. ഗാന്ധി ആദ്യമായി സത്യാഗ്രഹം ചെയ്യുന്നത് ചമ്പാരൻ സത്യാഗ്രഹമല്ല, ഇന്ത്യയിലെ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇന്ത്യയിലെ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഈ സത്യാഗ്രഹം. ചോദ്യ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് ഏതാണ് എന്നുള്ള കാര്യം. ഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1918 അഹമ്മദാബാദിലെ മില്ല് സമരമാണ് ഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ 1917 ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് നടന്നതാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹമെങ്കിൽ ഇന്ത്യയിലെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇതിന് മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ 1906 ഗാന്ധി ഒരു സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അത് നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാറില്ല. പക്ഷേ ഇന്ത്യയിലെ സത്യാഗ്രഹത്തിൽ ഏറ്റവും പ്രാധാന്യമായി നമ്മൾ നൽകേണ്ട ഒന്ന് ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് നടന്ന സത്യാഗ്രഹമാണ്. ഇനി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് തൊട്ടടുത്ത വർഷം ഗാന്ധി 1918 ഒരു സത്യാഗ്രഹം നടത്തുന്നുണ്ട്. ഈ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ചമ്പാരൻ ഓപ്ഷൻ കാണും, എഴുതരുത്. ഹങ്കർ സ്ട്രൈക്കിൽ ആ പാറ്റേൺ വരുന്നത് നമ്മളുടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇനി ഗാന്ധി റൗലറ്റ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പാറ്റേൺ നമുക്കറിയാം. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട എക്സാമിനേഷന് ചോദിക്കുന്ന പാറ്റേൺ. റൗലറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന പാറ്റേൺ 1919 റൗലറ്റ് വരുന്നത്. തൊട്ടടുത്ത വർഷമാണ്. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോകാം. 1919 റൗലറ്റ് സത്യാഗ്രഹവുമായി, റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട പാറ്റേണിൽ നമുക്ക് വരുന്നത്. ഇനി ദണ്ഡി മാർച്ച് എന്നറിയപ്പെടുന്ന സാൾട്ട് സത്യാഗ്രഹ 1930 ദണ്ഡി മാർച്ച്, സാൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് 1930 എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഗാന്ധി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പാറ്റേൺ ആണ്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യനിൽ ആദ്യമേ തുടക്കത്തിലെ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ടീമിന്റെ ആദ്യത്തെ 8 കോഡിലെ ആദ്യത്തെ ചോദ്യം തന്നെ ഗാന്ധിയുടെ സത്യാഗ്രഹമായിരുന്നു. അപ്പോൾ ഗാന്ധിയൻ സത്യാഗ്രഹമൊക്കെ എക്സാമിനേഷൻ ഏറെക്കുറെ എല്ലാവരും എഴുതിയതാണ്. കാരണം പ്രധാനമായിട്ടും ഏത് എക്സാമിന് പോയാലും, കേരള PSC ആയാലും SSC ആയാലും, നമ്മൾ ഈ പറയുന്ന ഹൈക്കോർട്ടിൻ്റെ ഓഫീസ് അറ്റൻഡൻ്റ് ആയാലും സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ്. അതുകൊണ്ട് ആ പാറ്റേണിനകത്ത് നമ്മൾ അങ്ങനെ പോകും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെൽ, ഫസ്റ്റ് മെട്രോ റെയിൽവേ ഇൻ ഇന്ത്യ കെയിം അപ്പ് ഇൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ വരുന്നത് എവിടെയാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ വരുന്നത് സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ബംഗാളിന്റെ ക്യാപിറ്റലായ
കൊൽക്കത്തയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. കൊൽക്കത്തയിലാണ് ബംഗാളിന്റെ ക്യാപിറ്റലായ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ വരുന്നത്. ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ സുവേന്ദു അധികാരിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. സുവേന്ദു അധികാരിയാണ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ. ഭാരതീയ ജനതാ പാർട്ടിക്കാരനാണ്, BJP കാരനാണ്. തൃണമൂൽ കോൺഗ്രസുകാരിയായ മമതാ ബാനർജിയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിന്റെ ഭരണം പിടിച്ചടക്കി. സുവേന്ദു അധികാരിയാണ് ഭാരതീയ ജനതാ പാർട്ടി BJPയുടെ ചീഫ് മിനിസ്റ്റർ പദവി അലങ്കരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ബംഗാളിന്റെ ഗവർണർ പദവി അലങ്കരിക്കുന്നത് RN രവിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. തമിഴ്നാടിന്റെ മുൻ ഗവർണർ ആയിരുന്നു RN രവിയാണ് എന്ത് ഈ പറയുന്ന ബംഗാളിന്റെ ഇപ്പോഴത്തെ ഗവർണർ. അപ്പൊ പിന്നെ തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാ? കേരളത്തിന്റെ ഗവർണറായ വിശ്വനാഥ് ആർലേക്കർ ആണ് എന്ത് നമ്മളുടെ തമിഴ്നാടിന്റെയും കൂടി ഗവർണർ എന്നുള്ള കാര്യം ഓർക്കുക. ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. നമ്മളൊരു കാര്യം പാറ്റേൺ പഠിക്കുമ്പോൾ ആ മാപ്പിലേക്ക് എടുത്ത് നോക്കുക, പെട്ടെന്ന് തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡി പ്ലാനിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എക്സാമിനേഷനെ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാറ്റേണുകളിൽ ഒന്നാണ് അപ്പം തന്നെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം, അതിൻ്റെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യം, അതിൻ്റെ ചീഫ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യം, അതിൻ്റെ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? സത്യത്തിൽ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ബംഗാളിൻ്റെ നമ്മളൊരു നിക് നെയിമും കൂടി പഠിച്ചേ. ബംഗാളിന്റെ ക്യാപിറ്റലായ കൊൽക്കത്തയുടെ നിക് നെയിം സിറ്റി ഓഫ് ജോയ്. ദിസ് ഇസ് സ്റ്റഡിങ് മെത്തേഡ് ആണല്ലോ. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ. അപ്പൊ ഇന്ത്യയിലെ ഫസ്റ്റ് മെട്രോ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന കൊൽക്കത്തയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ കൊൽക്കത്തയാണ്. എന്നാൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന ബംഗളൂരു മെട്രോ ആണ്. അപ്പൊ കർണാടകയുടെ ക്യാപിറ്റലായ ബംഗളൂരുവിലെ മെട്രോയാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ. നമ്മളിവിടെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് എക്സാമിന് ചോദിച്ചത്. അപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ മെട്രോയും കൂടി പഠിച്ചു വെക്കാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൊൽക്കത്തയാണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എവിടെയാണ്? ബംഗളൂരു ആണ്. എന്നാൽ എൻ്റെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറിയിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ തൊട്ടടുത്താണ്. എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊച്ചിയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. എങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് വീണ്ടും നമ്മളുടെ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ബംഗാളിന്റെ ക്യാപിറ്റലായ കൊൽക്കത്തയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോയും ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോയും എല്ലാം കൊൽക്കത്ത തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സർവീസ് ഇതെന്നൊക്കെ പറയുന്ന പാറ്റേൺ എന്താണ്? നമ്മളുടെ കൊൽക്കത്തയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമ്മൾ ബംഗാളിന്റെ ചീഫ് മിനിസ്റ്ററിനെ പഠിച്ചു. ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ സുവേന്ദു അധികാരിയാണ്. ബംഗാളിന്റെ ഗവർണർ RN രവിയാണ്. ബംഗാൾ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ്. ക്യാപിറ്റൽ കൊൽക്കത്തയാണ് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ 2 Indian cities were connected by the first Vande Bharat Express train service? ഇന്ത്യയിൽ ആദ്യമായി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് വന്നപ്പോൾ കണക്ട് ചെയ്ത സിറ്റികൾ ഏതൊക്കെയാണ്? നമ്മൾ പണ്ട് സാധാരണഗതിയിൽ എക്സാമിനേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസിൽ കണക്ട് ചെയ്ത ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കും. ബോംബെ താനെ ആയിരുന്നു. ഏത് ട്രെയിനാണ്? മെട്രോയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ട്രെയിൻ സർവീസ്. ഇത് മെട്രോയിൽ നിന്ന് തന്നെ 2 ചോദ്യം ചോദിക്കും. മെട്രോ അല്ല, വന്ദേ ഭാരത്. ട്രെയിനുമായി റെയിൽവേയുമായി ബന്ധപ്പെട്ട 2 ചോദ്യ പാറ്റേൺ ആണ്. ഒന്ന് വന്ദേ ഭാരത്, ഒന്ന് നമ്മളുടെ മെട്രോ സർവീസുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ്. സാധാരണ പണ്ടൊക്കെ നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ട്രെയിൻ സർവീസുകളായിരുന്നു. നമ്മൾ ബോംബെ താനെ, ഇപ്പോഴത്തെ മുംബൈ ആണ്, മുംബൈ താനെ അല്ലെങ്കിൽ ബോംബെ താനെ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ട് ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്വാഭാവികമായും ഇന്ത്യയുടെ ക്യാപിറ്റലിൽ നിന്നായിരിക്കുമല്ലോ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ പറയുന്ന പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിരിക്കും. വന്ദേ ഭാരത് പോലെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു സർവീസ് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റലിൽ നിന്നായിരിക്കും നമ്മൾ വരുന്നത്. നമ്മൾ ക്യാപിറ്റൽ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുകയാണ് ആണല്ലോ. അപ്പം ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണല്ലോ. എങ്ങോട്ടായിരിക്കും പോകുന്നത്? സ്വാഭാവികമായിട്ടും എങ്ങോട്ടായിരിക്കും പോകുന്നത്? ന്യൂഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ സ്വാഭാവികമായും പോകേണ്ടത് എങ്ങോട്ടാണ്?
അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസി കൂടി നമുക്ക് പഠിച്ചു വെക്കാം. ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന വാരണാസിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പം ന്യൂഡൽഹി മുതൽ വാരണാസി വരെ, ഉത്തർപ്രദേശിലാണ് ഈ വാരണാസി. നമ്മൾ കാശി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ വാരണാസി കേട്ടോ. നമ്മൾ മലയാളത്തിൽ കാശി പോവാണ്, രാമേശ്വരത്ത് പോവാണ്, കാശി രാമേശ്വരമൊക്കെ പോവാണ് എന്ന് പറയുന്നത്. അതിൽ കാശിയാണ് എന്ത്, വാരണാസി എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലാണ് വാരണാസി വരുന്നത്. ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായ ഗുജറാത്തുകാരനായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ നേരത്ത് ഏത് ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് മത്സരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാരണാസിയിലാണ് ആര് മത്സരിക്കുന്നത്, നരേന്ദ്രമോദി മത്സരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഉത്തർപ്രദേശിന്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. ഇന്ത്യയിൽ മൊത്തം 543 സീറ്റുകളാണ് ലോകസഭയിലുള്ളത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. കാരണം കറണ്ട് അഫെയർ പാറ്റേണിൽ ലോകസഭയിൽ എത്ര ഫേസസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ മൊത്തം 543 ലോകസഭാ സീറ്റുകളാണ്. 543 ലോകസഭാ സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിനാണ്. കാരണം എന്താണ്? കാരണം വേറൊന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ് എന്നുള്ള കാര്യം ഓർക്കുക. മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. സ്വാഭാവികമായും ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകൾ, ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ, ഏറ്റവും കൂടുതൽ അസംബ്ലി സീറ്റുകൾ ഉള്ള സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാലും അതും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ആണ്. ഉത്തർപ്രദേശിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേൽ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്കാണ് എന്ത്, ഡൽഹിയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ട്രെയിൻ സർവീസ്, വന്ദേ ഭാരത് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിന്റെ പ്രത്യേകത പറഞ്ഞു. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി സീറ്റുകൾ ഉള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. എന്നാൽ ഇനി ഉത്തർപ്രദേശിൽ ലോകസഭാ സീറ്റുകൾ എത്ര ഉണ്ട്? മൊത്തം 80 ലോകസഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിനുള്ളത്. 80 ലോകസഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിനുള്ളത്. 31 രാജ്യസഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിനുള്ളത്. അപ്പൊ 31 രാജ്യസഭാ സീറ്റുകളും 80 ലോകസഭാ സീറ്റുകളും ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു ചൊല്ലെന്താണ് എന്ന് പറഞ്ഞാൽ, ഉത്തർപ്രദേശ് ആരാണോ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആരാണോ പിടിക്കുന്നത് അവരാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ നോക്ക്, 543 സീറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 272 സീറ്റുകൾ ഉള്ളവർക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കും. ഇതിൽ 80 സീറ്റുകളും ഉത്തർപ്രദേശിൽ നിന്ന് മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ കേരളത്തിൽ എത്ര ഉണ്ട്? കേരളത്തിൽ മൊത്തം 20 ലോകസഭാ സീറ്റുകളേ ഉള്ളൂ. കേരളത്തിൽ 20 ലോകസഭാ സീറ്റുള്ളൂ. അതിന്റെ ഇരട്ടിയാണ് എന്ത്, 80 സീറ്റുകളാണ് ആർക്കുള്ളത്? ഈ പറയുന്ന ഉത്തർപ്രദേശിനുള്ളത്. അപ്പോൾ ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ആര്, നരേന്ദ്രമോദി മത്സരിച്ചത്, ജയിച്ചത്. സോ ഡൽഹിയിൽ നിന്ന് വാരണാസി വരെയാണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മൾ റൂട്ട് കൊടുത്തത്. എളുപ്പത്തിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നമ്മളുടെ ചോദ്യം, the year in which Western Ghats was included in the World Heritage List. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്നാണ് എന്നുള്ളത്, വെസ്റ്റേൺ ഗാട്സിനെ ഇൻക്ലൂഡ് ചെയ്ത വർഷം. വേൾഡ് ഹെറിറ്റേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ലിസ്റ്റാണ്. അതായത് യുനെസ്കോ നമുക്കറിയാം 1945 യുനെസ്കോ നിലവിൽ വരുന്നത്. 1945 യുനെസ്കോ നിലവിൽ വരുന്നത്. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനാണ് എന്ത്, ഈ യുനെസ്കോ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രാൻസിന്റെ ക്യാപിറ്റലായ പാരീസിലാണ്. കഴിഞ്ഞ 2024 ഒളിമ്പിക്സ് നടന്ന പാരീസിലാണ് യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. നവംബർ 16 1945 നവംബർ 16 യുനെസ്കോ നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. 1945
ഒക്ടോബർ 24 UN നിലവിൽ വന്നു. UN ഡേ എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 24 ഒക്ടോബർ 24 1945 യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗനായ യുനെസ്കോ എന്ന് പറയുന്നത് നിലവിൽ വരുന്ന 1945 നവംബർ 16 യുനെസ്കോയുടെ പൈതൃക പട്ടിക എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അതിലെ വെസ്റ്റേൺ ഗാട്സ് ഏത് വർഷമാണ് യുനെസ്കോ അവരുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. യുനെസ്കോ അവരുടെ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഈ പറയുന്ന പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്ത വെസ്റ്റേൺ ഗാട്സ് ഇൻക്ലൂഡ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. 2012 യുനെസ്കോ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യുനെസ്കോ ആരെ ഇൻക്ലൂഡ് ചെയ്ത്, വെസ്റ്റേൺ ഗാട്സിനെ ഇൻക്ലൂഡ് ചെയ്തത് 2012 ഡീലാണ്. അപ്പം നമ്മൾ യുനെസ്കോയെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ്. 1945 സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യം. നമുക്ക് നിലവിലെ സാഹചര്യത്തിലേക്ക് പോകാം. ആണല്ലോ, ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അറ്റ് പ്രസന്റ് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. അറ്റ് പ്രസന്റ് സിറ്റുവേഷൻ സത്യത്തിൽ കറണ്ട് അഫെയറിൽ നിന്നുള്ള ചോദ്യമല്ല. കറണ്ട് അഫെയർ 40 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലോ, ഇത് കറണ്ട് അഫെയർ അല്ല. കാരണം 2012 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ല, ഇത് 2024 നടന്നതാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടിക എന്ന് പറയുന്നത് കറണ്ട് അഫെയർ പാറ്റേൺ അല്ല. നമുക്ക് യുനെസ്കോയുടെ പട്ടികകൾ തന്നെ പഠിക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ലിസ്റ്റാണ് എന്ത്, ഹെറിറ്റേജ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ 2026 2026 നമുക്ക് പ്രധാനമായിട്ടും യുനെസ്കോയുടെ അറ്റ് പ്രസന്റ് സിറ്റുവേഷൻ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, ആരോടെങ്കിലും നിങ്ങളോട് ചോദിക്കുക എന്നുള്ളതല്ല, നമ്മുടെ എക്സാമിനേഷനിൽ ചോദിക്കുന്ന കാര്യം, ഇന്ത്യയിൽ യുനെസ്കോ അംഗീകരിച്ച പൈതൃക പട്ടികയിൽ എത്ര സ്ഥലങ്ങളുണ്ട് എന്നുള്ള കാര്യം. ഇന്ത്യയിൽ 45 ആണ് അറ്റ് പ്രസന്റ് സിറ്റുവേഷനിൽ. 45 സ്പോട്ടുകളാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിച്ച 45 സ്പോട്ടുകളാണ്. 2026 ഉള്ളത് 45 സ്പോട്ടുകളാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം 45ാമത്തെ സ്പോട്ട് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. 45ാമത്തെ സ്പോട്ട് ഏതാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. 45ാമത്തെ സ്പോട്ട് ഏതാണ് എന്നുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഉത്തർപ്രദേശിലെ സാരനാഥ് എന്ന് പറയുന്ന സ്ഥലമാണ് 45ാമത്തെ സ്പോട്ടായിട്ട് ഈ പറയുന്ന പൈതൃക പട്ടികയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് സാരനാഥ്? നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് സാരനാഥ് എന്ന് കേട്ടപ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ ബുദ്ധമതക്കാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശിലെ സാരനാഥ് എന്ന് പറയുന്ന സ്ഥലം. ഇന്ത്യയിൽ ബുദ്ധമതക്കാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം. നമുക്കറിയാം, ഇന്ത്യയിൽ മൈനോറിറ്റി റിലീജിയനിലോ ഒരു റിലീജിയനാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. എന്താണ് ഈ മൈനോറിറ്റി റിലീജിയൻ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ 2 തരത്തിലുള്ള റിലീജിയനുകളുണ്ട്. ഒന്ന് മെജോറിറ്റി റിലീജിയനും ഒന്ന് മൈനോറിറ്റി റിലീജിയനും. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ജനസംഖ്യ ഉള്ള ആൾക്കാർ ഏത് മതത്തിലാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ മെജോറിറ്റി റിലീജിയൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണുള്ളത്. ഇനി തമ്മിൽ എണ്ണം കുറവുള്ളവരെയാണ് നമ്മൾ മൈനോറിറ്റി റിലീജിയക്കാർ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ് ഇന്ത്യയിലെ മൈനോറിറ്റി റിലീജിയക്കാർ? ഒന്ന് നമുക്കറിയാവുന്ന ക്രിസ്ത്യാനികൾ, മുസ്ലിംസ്, സിഖുകാർ, തലയിൽ തൊപ്പിയൊക്കെ വെക്കുന്ന സിഖുകാർ, നമ്മളിപ്പോൾ പറഞ്ഞ ബുദ്ധമതക്കാർ, ജൈന മതക്കാർ, സൊറാസ്ട്രിസം എന്ന് പറയുന്ന മതക്കാർ. ഇവരാണ് 6 പേരാണ് ഇന്ത്യ മൈനോറിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുക, എല്ലാവരെയും ഈ ലിസ്റ്റിലൊന്നും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഇപ്പോൾ എക്സാമിന് ചോദിക്കുവാണ്, തന്നിരിക്കുന്ന ലിസ്റ്റിൽ മൈനോറിറ്റി റിലീജിയനായി ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്ന് ചോദിക്കുകയാണ്. ഹിന്ദുക്കളാണ് ഓപ്ഷനിൽ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും മെജോറിറ്റി റിലീജിയനാണ് ഹിന്ദുക്കൾ എന്നുള്ള കാര്യം അറിയാവുന്നവർക്ക് അറിയാം. യഹൂദ മതമാണ്, ജൂ ആണ് മൈനോറിറ്റി ലിസ്റ്റിൽ ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ആരൊക്കെ ഉണ്ട് ഒന്ന് പഠിച്ചാലേ ഇൻക്ലൂഡ് ചെയ്യാത്ത ആരാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് നമുക്ക് പരിചയമുള്ള ക്രിസ്ത്യാനികൾ, മുസ്ലിംസ്, സിഖുകാർ, ജൈന മതക്കാർ, ബുദ്ധമതക്കാർ, സൊറാസ്ട്രിസം 6 പേരെ മാത്രമേ ഇന്ത്യ മൈനോറിറ്റി ലിസ്റ്റിൽ കൊണ്ടുവന്നുള്ളൂ. അതിലെ ബുദ്ധമതക്കാരുടെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശിലെ സാരനാഥ് എന്ന് പറയുന്ന സ്ഥലം. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ സാരനാഥ് എന്ന് പറയുന്നത് ബുദ്ധമതക്കാർക്ക് ഇത്രയും പ്രാധാന്യമുള്ള കാര്യം? അതായത് ബുദ്ധമതക്കാരുടെ ദൈവം എന്നറിയപ്പെടുന്നത് ഗൗതമ ബുദ്ധനാണ്. സിദ്ധാർത്ഥ രാജകുമാരൻ എന്നു പേരുള്ള വ്യക്തിയാണ് ഗൗതമ ബുദ്ധൻ. എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ എക്സാമിന് ചോദിക്കും. ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേരെന്താണ് എന്ന് ചോദിച്ചാൽ നേപ്പാളിലെ ലുംബിനിയിൽ ജനിച്ച സിദ്ധാർത്ഥ രാജകുമാരനാണ് പിൽക്കാലത്ത് ഗൗതമ ബുദ്ധനായത് എന്നുള്ള കാര്യം ഓർക്കുക. സാക്യ ക്ലാനിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായതുകൊണ്ട് സാക്യ സന്യാസി എന്നറിയപ്പെടുന്ന, സാക്യ സെയിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ഈ പറയുന്ന ഗൗതമ ബുദ്ധൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം സാക്യ സെയിൻ്റ് എന്നറിയപ്പെടുന്ന നമ്മളുടെ ഗൗതമ ബുദ്ധനാണ്
ഈ പറയുന്ന ബുദ്ധമതത്തിലെ ദൈവം എന്ന് പറയുന്നത്. ഇനി ഗൗതം ബുദ്ധനും ഈ പറയുന്ന നമ്മളുടെ ഉത്തർപ്രദേശിലെ സാരനാഥുമായിട്ട് എന്താണ് ബന്ധം? ഗൗതമ ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്, ഗൗതമ ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു സിദ്ധാർത്ഥ രാജകുമാരൻ നിന്ന് ബുദ്ധനിലേക്ക് എത്തുന്നത് അവർക്ക് എൻലൈറ്റ്മെന്റ് കിട്ടുമ്പോഴാണ്. ബോധോഗതയും ഉണ്ടാകുക എന്ന് പറയും. അവർ ബോധഗയ എന്നൊക്കെ പറയും. ബീഹാറിലെ ഗയയിലാണ് ബോധം ഉണ്ടായത്, അവിടെ വെച്ചാണ് എന്ന് പറഞ്ഞാൽ മതി. ബോധഗയ എന്ന് പറയുന്നത് ബീഹാറിലെ ഗയയിൽ വെച്ചാണ് ആർക്ക് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്? നമ്മളുടെ ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്. ഉത്തർപ്രദേശിലെ സാരനാഥിലാണോ? അല്ല, ബീഹാറിലെ ഈ പറയുന്ന ബോധഗയയിൽ വെച്ചാണ് ബോധം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. എന്നിട്ട് ഇദ്ദേഹം ആദ്യത്തെ സെറിമൺ നടത്തുന്ന സ്ഥലമാണ് നമ്മളുടെ ഉത്തർപ്രദേശിലെ സാരനാഥ്. അപ്പൊ ബീഹാറിലെ ഗയയിൽ വെച്ച് ബോധോദയം ഉണ്ടായി, എന്നാൽ ഉത്തർപ്രദേശിലെ സാരനാഥിൽ കൊണ്ടുവന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് സെറിമൺ നടത്തുന്നത്. അപ്പൊ ബുദ്ധന്മാർക്ക് അത്രയും പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവരുടെ ദൈവമായ ഗൗതമ ബുദ്ധൻ ആദ്യത്തെ സെറിമൺ നടത്തിയ സാരനാഥിനാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 45ാമത്തെ അംഗീകാരമായിട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചത് 2026 ജൂലൈ മാസത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. കറണ്ട് അഫെയറുമാണ് എക്സാമിനേഷന്. യുനെസ്കോയുടെ പൈതൃക പട്ടിക എക്സാമിന് സ്ഥിരമായി ചോദിക്കും. കറണ്ട് അഫെയറിന്റെ വെയിറ്റേജ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. 50 മാർക്കിൽ 10 മാർക്കിൽ ചോദ്യം വന്നിരുന്നു. അതായത് 20% കറണ്ട് അഫെയറിൽ തന്നെയാണ്. അതായത് കറണ്ട് അഫെയറിലും പ്രാധാന്യമുണ്ട്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് നമ്മൾ എഴുതുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. നമുക്കറിയാം ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്നിരിക്കുന്ന ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കോടതികളുടെ പ്രാധാന്യം അറിയാം. അപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റിൽ നമ്മൾ പോകുന്ന പാറ്റേണിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം GKക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട മേഖല ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട മേഖല പാറ്റേണിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റാണ് ഈ പറഞ്ഞത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും അടുത്ത നോക്കുന്ന പാറ്റേൺ, ഇൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലിസ്റ്റഡ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ആർട്ടിക്കിളിലാണ് ലിസ്റ്റഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പാറ്റേണിലാണ് നമ്മളോട് എക്സാമിനേഷൻ ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 51A നിങ്ങൾ നോക്കിയ ഓപ്ഷൻ്റെ ചതി കണ്ടോ? 51 മാത്രമാണ് പഠിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് പണി കിട്ടും. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ പഠിക്കുമ്പോൾ ഡീപ്പായിട്ട് പഠിക്കുക. കാരണം ഞാൻ പറഞ്ഞു ബാക്കിയുള്ള GK പാറ്റേൺ ക്വസ്റ്റ്യൻ പോലെയല്ല, ഡീപ്പ് സ്റ്റഡി വേണ്ട സ്ഥലമാണ് ഓഫീസ് അറ്റൻഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 51A എന്ത് ഈ പറയുന്ന നമ്മളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നത്. ഇനി ഏത് പാർട്ടിലാന്ന് ചോദിച്ചാലോ, എക്സാമിനേഷൻ അവർ നമ്മളോട് ചോദിക്കുകയാണ് ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ നോക്കിക്കോണം. പാർട്ട് ഏതാണ് എന്നുള്ള കാര്യം ചോദിച്ചെങ്കിൽ പാർട്ട് 4 ഈ പറയുന്ന പാർട്ട് 4A ഈ പറയുന്ന പാറ്റേണിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്ത് നോക്കാം. പാർട്ട് 4A 51A എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്ന പാർട്ട് 4A പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് ചോദിക്കുന്നത്. They may ask questions like that. ഫണ്ടമെന്റൽ ഡ്യൂട്ടി എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കും. ഫണ്ടമെന്റൽ ഡ്യൂട്ടി എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി കടമെടുത്തിരിക്കുന്നത് രാജ്യം റഷ്യയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പൊളിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്നൊക്കെ പല സാധനങ്ങളും കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ അവർ ചോദിക്കും ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഈസ് അഡോപ്റ്റഡ് ഫ്രം വിച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് ഭരണഘടനയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി കടമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കും. ഫണ്ടമെന്റൽ ഡ്യൂട്ടി കടമെടുത്തിരിക്കുന്നത് നമ്മളുടെ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്, USSR എന്ന് പറയുന്നത് യുണൈറ്റഡ് സോവിയറ്റ് റഷ്യ എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ കിടക്കുന്നത്. സോ യുണൈറ്റഡ് സോവിയറ്റ് റഷ്യ USSRൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ള കാര്യം ഓർക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ കടമെടുത്തത് യുണൈറ്റഡ് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തത്. ഇനി പ്രധാനമായിട്ടും നമ്മൾ അവിടെ നോക്കേണ്ട പാറ്റേൺസ്
എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമുക്ക് നിലവിലെ സാഹചര്യത്തിലുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി തുടങ്ങി വെച്ചപ്പോൾ ഇത്രയുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യം. അതിന് മുമ്പ് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു നിങ്ങളോട്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും ഈ സാധനം? നമ്മൾ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പാറ്റേൺ ഈ പറയുന്ന USSRൽ നിന്ന്, ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ എടുത്തിരിക്കുന്ന റഷ്യയിൽ നിന്നാണ് എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം റഷ്യയിൽ യുദ്ധമാണ് എന്നുള്ള കാര്യം. റഷ്യയിലും ഉക്രൈനിലും യുദ്ധമാണ് ആണല്ലോ. റഷ്യയിലും യുക്രൈനിലും യുദ്ധം തുടങ്ങിയിട്ട് കുറേ നാളെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല ആണല്ലോ. അവിടുത്തെ ആളുകൾക്ക് ജോലിയൊന്നുമില്ല, ഡ്യൂട്ടി ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറയുകയാണ്, ഇന്ത്യക്കാരോട് ചോദിച്ചു ഞങ്ങൾക്കൊരു ഡ്യൂട്ടി തരാമോ എന്ന് ഒരു റഷ്യക്കാരി പെങ്കൊച്ച് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഒരു ഡ്യൂട്ടി തരാമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഇന്ത്യക്കാർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ തരാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ രാജ്യത്തോട്ട് വിടത്തോളൂ. റഷ്യയിലേക്ക് നിങ്ങൾക്ക് യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വിടത്തോളൂ എന്നുള്ള കാര്യം. ഡ്യൂട്ടി തരാം, പക്ഷേ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വിടത്തോളൂ. അവിടെ നിന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഡ്യൂട്ടി 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 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന മറ്റേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. വേറെ ഒരു സാധനം കൂടി നമുക്ക് അതിൻ്റെ കൂടെ പഠിക്കാം. 5 വർഷം കഴിഞ്ഞ് നമ്മൾ വിടത്തോളം എന്ന് പറഞ്ഞു. സോ 5 വർഷം എന്ന് പറയുന്ന പാറ്റേണിൽ നിന്ന് നമുക്ക് കിട്ടും 5 ഇയർ പ്ലാൻ. 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ 5 ഇയർ പ്ലാന്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ പാറ്റേൺ കിട്ടി. 5 ഇയർ പ്ലാന്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന പാറ്റേൺ നമുക്ക് ഈ പാറ്റേണിൽ നിന്ന് തന്നെ കിട്ടി എന്നുള്ള കാര്യം ഓർക്കാം. അപ്പം നമുക്കിനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർട്ടിക്കിൾ 51A പറയുന്നത്, പാർട്ട് 4A പറയുന്നത് എന്നുള്ളത്. മൊത്തം എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട്? മൊത്തം 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടികളാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ മൊത്തം 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിലവിൽ വന്നപ്പോൾ 10 ഉണ്ടായിരുന്നുള്ളൂ. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിലവിൽ വന്നത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് എന്നുള്ളത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തപ്പോഴാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വന്നത് എന്നുള്ളത്. ആണോ? അല്ല. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്ന പാറ്റേൺ ആണല്ലോ. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഈ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ പ്രത്യേകത എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻമെന്റ് ആണ് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. എക്സാമിനേഷൻ ചോദിക്കും മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നറിയപ്പെടുന്ന അമെൻമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. 1976 ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരുന്നത്. എന്താണ് ഈ വർഷത്തിന്റെ പ്രത്യേകത? 1976 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഞാൻ പറഞ്ഞതൊന്നും കാണാപ്പാഠം പഠിക്കണം, നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളത്. 1975 രാജ്യത്ത് 3ാമത്തെ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തു. 3ാമത്തെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു 1975 3ാമത്തെയും അവസാനത്തെയുമായ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. തൊട്ടടുത്ത വർഷമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പുതിയൊരു അമെൻമെന്റ് കൊണ്ടുവന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാമത്തെ അമെൻമെന്റ് പ്രകാരം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നത്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നത്. 42ൽ നിന്ന് ഞാൻ നേരെ ഇരട്ടിക്ക് പോവുകയാണ്. 84 കറക്റ്റ് വരുന്നത്. സോ 86 എന്ന് പറയുന്ന പാറ്റേണിലേക്ക് പോകണം. 86ാമത്തെ അമെൻമെന്റ് 2002 86ാമത്തെ അമെൻമെന്റ് വരുന്നത്. 86ാമത്തെ അമെൻമെന്റിലാണ് 10ൽ നിന്ന് 11ലേക്ക് വന്നിരിക്കുന്നത്. 10ൽ നിന്ന് 11ലേക്ക്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പാറ്റേൺ കൊണ്ട് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ് 86ാമത്തെ അമെൻമെന്റ്. 2002 നടന്ന അമെൻമെന്റ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പൊ ഈ അമെൻമെന്റ് പ്രകാരമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ 11 എന്നുള്ള പാറ്റേണിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് സൊരൻസിംഗ് കമ്മിറ്റിയാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ച കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സൊരൻസിംഗ് കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പൊ കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊരൻസിംഗ് കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. എവിടെ നിന്നാണ് എടുത്തത് എന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്നാണ് എടുത്തത്. ആൻഡ് നിലവിലെ സാഹചര്യത്തിൽ 11 ഉണ്ട്, പക്ഷെ കൊണ്ടുവന്നപ്പോൾ 10 കൊണ്ടുവന്ന വർഷം എന്ന് പറയുന്നത് 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പഠിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ GK ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട പാറ്റേൺ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ഭാഗത്ത് നിന്നുള്ള ചോദ്യം. കാരണം നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരളയിലാണ്. അപ്പോൾ ഹൈക്കോർട്ട് ഓഫ് കേരള സ്വപ്നം കാണുന്ന എല്ലാവരും കൃത്യമായി ഇത് തന്നെ ഫോക്കസ് ചെയ്യുക. ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.